വീണ്ടും വരുന്നവരായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്തുവിൽ പുതുജീവിതം പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ നൽകിയിരിക്കുന്ന ഒരു ചിന്ത, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉയരും. ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുവദിച്ചു? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ പ്രാർത്ഥനകൾക്ക് എന്താണ് മറുപടി ലഭിക്കാത്തത്? ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്രത്തോളം ഉപവസിക്കുന്നു, ഞാൻ എത്രത്തോളം യാചിക്കുന്നു, അപേക്ഷിക്കുന്നു, ചോദിക്കുന്നു, ഇതൊക്കെയും ചെയ്തിട്ടും എനിക്കെന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല? എൻ്റെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് ദൈവം ചെവി കുട്ടി അടയ്ക്കുന്നു? എൻ്റെ പ്രാർത്ഥനകളെ ദൈവം എന്തുകൊണ്ട് ഗൗനിക്കുന്നില്ല? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളുണ്ട്. ദൈവമുണ്ടോ? ദൈവം എന്നാ കേൾക്കാത്തത്? ദൈവം എന്താണ് ഉത്തരമല്ലാത്തത്? ഇങ്ങനെ പലവിധമായിട്ടുള്ള സംശയ വിചാരങ്ങളുകൊണ്ട് വിശ്വാസികൾ നിറഞ്ഞിരിക്കുന്നു. കാരണം തങ്ങൾ ആഗ്രഹിക്കുന്ന, വിശ്വാസികളായിരിക്കുന്ന മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ സംശയിക്കുകയും പഴിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വചനം എടുത്ത് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് സംസാരിക്കുവാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഉത്തരം കിട്ടാതിരുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ പഴിക്കുകയും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് വളരെ മനപ്രയാസപ്പെട്ടിരുന്ന സമയങ്ങൾ, ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതും അത് മുഖാന്തരം എനിക്ക് ധൈര്യപ്പെടുവാനും എൻ്റെ ആ സാഹചര്യത്തെ ജയിക്കുവാനും ദൈവം എനിക്ക് നൽകിയ ആ മഹാഭാഗ്യമോർത്ത് ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള ഇന്നത്തെ ഈ പ്രതിസന്ധി അത് നീങ്ങിപ്പോവും. നിങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ പ്രതികൂലം അത് മാറിപ്പോവും. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ കുറച്ചേറെ നാളുകളായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, ഒന്നും നടക്കുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല, ഇന്ന് കിട്ടും നാളെ ലഭിക്കും, നാളെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒന്നും കാണുന്നില്ല. വീണ്ടും സംശയം, വീണ്ടും ചോദ്യങ്ങൾ. അതിനൊക്കെയും നമ്മുടെ കർത്താവ് നമുക്ക് ഉത്തരം നൽകും. പ്രാരംഭമായി തന്നെ നമുക്ക് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ചോദ്യം, ദൈവമേ, എൻ്റെ പ്രാർത്ഥനകൾക്ക് നീ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല? എൻ്റെ ആവശ്യങ്ങളിൽ നീ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? എത്ര നല്ലതായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നു, എന്നിട്ടൊന്നും സാധിക്കുന്നില്ല. ഈ ചോദ്യത്തിൻ്റെ മറുപടി ദൈവാത്മാവ് ഇന്ന് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യും. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. ഈ വേദഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടു. എന്നാൽ മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് സംസാരിച്ചത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ അത് ഉന്നതമാണ് എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വിചാരങ്ങളും, നമ്മുടെ പദ്ധതികളും ദൈവത്തിൻ്റെ പദ്ധതിയും ഒന്ന് വേർതിരിച്ചാൽ, ഇന്ന് നമ്മളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന, നമുക്കത് നന്മയായി തോന്നിയിരിക്കുന്ന ആ പ്രവൃത്തികൾ അതൊന്നും ബലവത്താകാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ബലവത്താകാത്തത്? അത് പ്രായോഗിക തലത്തിലേക്ക് വരാത്തത്? അത് നടക്കാത്തത്? ഈ ചിന്ത നമ്മുടെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നടക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനുള്ള മറുപടി അതിങ്ങനെയാണ്:
എൻ്റെ വിചാരങ്ങൾ അല്ല അത്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അല്ല അത്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ അല്ല അത്. അതുകൊണ്ടാണ് സ്തോത്രം ആ പദ്ധതികൾ നടപ്പിലാകാത്തത്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതായതുകൊണ്ട് നീ ഇന്ന് കുടുങ്ങിക്കിടക്കുവാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ഈ സംഗതിക്കകത്ത്, ഇന്നത്തെ നിൻ്റെ ഈ വഴി നല്ലതെന്ന് നീ നിരൂപിച്ചിരിക്കുന്ന ഈ വഴിക്കകത്ത് നീ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിനാണ് ദൈവം അത് നിനക്ക് അനുവദിച്ച് തരാത്തത്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ദൈവഹിതത്തിന് തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശയ്ക്ക് ഇടവരത്തില്ല. ചെറിയ സങ്കടങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷെ അതൊന്നും കൊണ്ട് നമ്മൾ നിരാശപ്പെട്ടിരുന്നു പോകത്തില്ല, ഡിപ്രസ്ഡായിട്ട് തകർന്നു പോകത്തില്ല. നമുക്കതിൻ്റെ അകത്തു നിന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു കരം കാണുവാനും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്കായി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ, പദ്ധതികൾ, നിരൂപണങ്ങൾ ഇവയൊക്കെയും തിന്മയ്ക്കല്ല നമ്മുടെ നന്മയ്ക്കാണ്. നമ്മളിത് ഗ്രഹിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ടാകും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ അത് മനോഹരമാണ് എന്ന് നമ്മൾ ഗ്രഹിക്കണം, നമ്മൾ ധരിക്കണം, നമ്മളത് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് സംശയമാണ്, ദൈവം നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്ന കാര്യങ്ങൾ ബെസ്റ്റ് ആകുമോ, അതോ ഞാൻ ചിന്തിക്കുന്നത് പോലെ, ഞാൻ പ്ലാൻ ചെയ്യുന്നത് പോലെ, ഞാൻ നിരൂപിക്കുന്നത് പോലെ കാര്യങ്ങൾ പോയാലല്ലേ മനോഹരമാകത്തുള്ളൂ. ഇന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോയ കാര്യങ്ങളൊക്കെയും തകർന്ന് തരിപ്പണമായി പോയിട്ടില്ലേ? എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് അന്നേരം നന്മയാണെന്ന് തോന്നാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നന്മയ്ക്കായിട്ട് ദൈവം കൂട്ടി വരുത്തിയത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലേ, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാം. പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. ഞാനന്ന് അതിശയിച്ചു പോയി. ഞാൻ ഓർത്തത് പിശാച് എന്നെ തകർക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് കരുതി ഞാൻ പിശാചിനെ ശാസിക്കുന്നു. പലതും ചെയ്തിട്ടും ആ കാര്യം ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല. അല്ലെങ്കിൽ ലോകപ്രകാരം ചിന്തിച്ചാൽ നന്മയായിരിക്കും എന്ന് ചിന്തിച്ചെടുക്കുന്ന രീതിയിൽ ഓരോ അനുകൂല സാഹചര്യവും ഉണ്ടാകുന്നില്ല. എല്ലാം പ്രതികൂലമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ദൈവമേ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ജീവിതം പോകുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്ന പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും എൻ്റെ ജീവിതം പോകുന്നില്ല. ഇത് നാശത്തിലോട്ടാണോ പോകുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ദൈവമേ, ഇനി എന്നെക്കൊണ്ടൊരു മാർഗവുമില്ല. അന്ന് പൂർണ്ണമായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പടകാടി ഉലഞ്ഞ് നശിച്ചു പോകുമെന്ന് കരുതിയ സാഹചര്യങ്ങളിലൊക്കെയും എൻ്റെ പടകിൽ എൻ്റെ യേശു ഉണ്ടായിരുന്നു. അതൊന്നും തകർച്ചയ്ക്കായില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കുള്ള പദ്ധതികളായി ദൈവം മാറ്റിത്തീർത്തു. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിനുള്ള നിരൂപണങ്ങൾ, ദൈവത്തിനുള്ള പദ്ധതികൾ അത് വലുതാണ്, വിശാലമാണ്, ഏറ്റവും മഹത്വരമായതാണ്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ നിരൂപണങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്
എന്നത് ഓർക്കുക. ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് കാര്യങ്ങളുടെ യഥാസ്ഥിതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തെ ശാപത്തിനല്ല അനുഗ്രഹത്തിനാണ് ദൈവം ആക്കി തീർത്തിരിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ സംസാരിച്ചു വന്ന വിഷയം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുഖത്ത്, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ മുഖത്ത് കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്ന സമയത്ത് ദൈവം നമ്മളോട് ഇടപെടുന്ന കാര്യമാണ്. ദൈവം എന്താണ് നമ്മളോട് ഇടപെടുന്നത്? മകനെ, ഇത് നിൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ ഭവിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങളുടെ ഒരു മറുപടി നമുക്ക് ലഭിച്ചു. ഇനി അടുത്തൊരു കാര്യങ്ങളൂടെ നമ്മൾ ഗ്രഹിക്കണം. ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുന്നില്ല? ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കകത്ത് ഞാൻ ഇന്നും ഭാരപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു, എനിക്ക് അതിനൊരു മറുപടി ലഭിക്കുന്നില്ല. വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വിഷയങ്ങൾക്ക് വേണ്ടി, ഈ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നിങ്ങൾ ഒത്തിരി ഉപവസിച്ചു. 7 ദിവസം ഉപവസിച്ചു, 14 ദിവസം ഉപവസിച്ചു, 21 ദിവസം ഉപവസിച്ചു, 40 ദിവസവും ഉപവസിച്ചു. എന്നിട്ടും ആ വിഷയങ്ങൾക്ക് വിടുതലൊന്നും കാണുന്നില്ല. ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, കൃപാവരമുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ടും എൻ്റെ വിഷയത്തിന് വിടുതൽ ഒന്നും കാണുന്നില്ല. എത്ര ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ടെന്ന് കേട്ട് ഓടിപ്പിടിച്ച് അവിടെ ചെന്നു അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അവരും അനുകൂലമായ രീതിയിൽ പ്രവചനങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടും നടക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൂട്ടി നോക്കിയാൽ ഇതിനോടകം 40, 50, 60 ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പലരും പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കി, പണം കൊടുത്തു നോക്കി, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു നോക്കി, പല വിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി. എന്നിട്ടൊന്നും നിങ്ങളുടെ കാര്യം നടക്കുന്നില്ല. നമ്മളിന്ന് പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവത്തിന് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആ ഹിതത്തെക്കുറിച്ച് ദൈവത്തിന് ഹിതമുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ ചിന്തിക്കുക. ദൈവഹിതം അറിയാൻ വേണ്ടി ഞാൻ പാസ്റ്റർമാരെ വിളിച്ചു, പ്രവാചകന്മാരെ വിളിച്ചു, അവരെല്ലാം പറഞ്ഞു ദൈവത്തിൻ്റെ ഹിതമാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അതിനുള്ള കൺഫർമേഷൻ നൽകും. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളോട് വ്യക്തിപരമായി പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ അത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്, നമ്മളത് ശ്രവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അകത്തെ താല്പര്യം പോലെ കാര്യങ്ങൾ നടക്കുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു പ്രസംഗം കേൾക്കാൻ എവിടെയെങ്കിലും ചെന്നിരിക്കുകയാണ്, ഒരു പ്രസംഗം കേൾക്കുകയാണ്, അല്ലെ ഒരു ശുശ്രൂഷ നമ്മൾ കൂടുകയാണ്. പല പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നൊന്നും നമ്മുടെ ചെവിക്കകത്ത് കേൾക്കത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മയുടെ വാതിൽ തുറക്കുകയാണ്, അത്ഭുതം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുകയും കൈയടിക്കുകയും നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളോ അതിനുശേഷം പറയുന്ന വചനസമ്മതമായിട്ടുള്ള നല്ല നടപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ കേൾക്കത്തില്ല. കാരണം നമ്മൾ ഒരു പ്രത്യേക മോഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടിയത് മാത്രമേ നമ്മൾ റിസീവ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന്, നമ്മുടെ ഹിതത്തിന്, നമ്മുടെ ജീവിതത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം റിസീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന്
നമ്മുടെ ക്ലാവെല്ലാം ഒന്ന് കുത്തിക്കളഞ്ഞ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ, ഗ്രഹിക്കുവാൻ നമ്മളെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. അതിനായിട്ട് തന്നെ നമുക്കൊന്ന് റെഡിയാകാം. അപ്പോൾ നമ്മുടെ ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. എൻ്റെ ചില പ്രത്യേക വിഷയങ്ങൾ, എൻ്റെ ചില പ്രത്യേക കാര്യങ്ങൾ വർഷം ഇത്രയായിട്ടും നടന്നിട്ടില്ല. അതിനി നടക്കുമോ ഇല്ലയോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയം, വചനം പറയുന്നു, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഞാൻ അതുപോലെയൊക്കെ പ്രാർത്ഥിച്ചു, പല വിധത്തിൽ പ്രാർത്ഥിച്ചു, പല രീതിയിലും പ്രാർത്ഥിച്ചു. എന്നിട്ടെന്നും ഇത്രയും നാളായിട്ടും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. സ്റ്റോപ്പ്. അതിന് കാരണോ? ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിനുള്ള ഉത്തരം ദൈവം നമ്മളോട് സംസാരിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമുക്കെല്ലാം പരിചിതമായ ഒരു വചനഭാഗമാണ്. ഇതേ വേദഭാഗം യേശു കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ ഫിലാദൽഫിയ സഭയുടെ ദൂതനോട് സംസാരിക്കുന്നുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ, സകല അധികാരവും ഉള്ളവനായിരിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ തുറന്നാൽ ആരടയ്ക്കും, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് വിശ്വാസ സമൂഹത്തോട്, ദൈവത്തിൻ്റെ മക്കളോട് ഇന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ യേശു അടയ്ക്കും. ഞാൻ വാതിൽ തുറക്കുന്നു എന്നുള്ള വചനമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു, വാതിൽ തുറക്കുന്നു എന്നുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംശയം തോന്നുകയും ചെയ്യുന്നത്. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, എൻ്റെ യേശു കർത്താവ് വാതിൽ അടയ്ക്കും. നമ്മൾ പലപ്പോഴും വാതിലടച്ച് സാത്താനെ ശാസിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രതികൂലത്തെ മുഴുവൻ ശാസിച്ചു നോക്കിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും ആ വാതിൽ തുറന്നിട്ടില്ല. എന്നാ ഒക്കെ ചെയ്താലും ആ വാതിൽ തുറക്കത്തില്ല. കാരണം ആ വാതിൽ അടച്ചത് യേശു കർത്താവ് തന്നെയാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തു വാതിലടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് യേശു കർത്താവ് വാതിലടച്ചത്? വാതിലടച്ചത് ആ വാതിൽ നമ്മുടെ നന്മയ്ക്കല്ലാത്തത് കൊണ്ട്. ആ വാതിലിലൂടെ നമ്മൾ പോയാൽ അത് നമ്മുടെ നന്മയ്ക്കാകത്തില്ല, അത് നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി മാറും. അത് നമ്മളെക്കാൾ നന്നായിട്ടറിയാവുന്നത് കർത്താവ് ആ വാതിലങ്ങ് അടയ്ക്കും. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നാണ് ഈ വചനം പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു, ഞാൻ പോലും ചിന്തിക്കാത്ത എൻ്റെ ജീവിതത്തിൽ പല വാതിലുകൾ അങ്ങ് അടച്ചു കഴിഞ്ഞപ്പോൾ ഭാരമുണ്ടായി. പക്ഷേ ഒത്തിരി കാര്യം ചെയ്തു നോക്കി ആ വാതിലൊന്ന് തുറക്കാൻ, പക്ഷെ തുറന്നില്ല. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടെ പറയാം, അതടച്ചത് എൻ്റെ യേശു കർത്താവ് തന്നെയാണ്. എങ്ങനെയാണ് ആ വാതിൽ അടച്ചത്? നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽ അടച്ചത് യേശു തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഞാൻ പറയാം, യേശു അല്ല അത് അടച്ചതെങ്കിൽ, ഇപ്പോൾ സാത്താനാണ് ആ വഴി മുടക്കിയിരിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചാൽ അത് മാറിപ്പോകുകയും ആ വഴി തുറക്കുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുകയും ശാസിക്കുകയും അധികാരമൊക്കെയും ഉപയോഗിക്കുമ്പോൾ അതെല്ലാം തുറന്നു വരും. സാത്താനോ അല്ലെ മനുഷ്യരോ ആണ് ആ വാതിൽ അടച്ചിരിക്കുന്നതെങ്കിൽ, പ്രാർത്ഥനയിലും അധികാരം ഉപയോഗിച്ച്, വചനം ഉപയോഗിച്ച്
നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വഴി തുറന്നു വരികയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല, വഴി തുറക്കുന്നില്ല, ശാസിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രഗത്ഭന്മാരായിരിക്കും ദൈവദാസന്മാരൊക്കെ പ്രാർത്ഥിപ്പിക്കുകയും പ്രവചിപ്പിക്കുകയും ചെയ്തിട്ടും യാതൊന്നും നടക്കുന്നില്ല. കാരണം ആ വാതിൽ അടച്ചത് യേശു തന്നെയാണ്. യേശു അടയ്ക്കുമോ? അടയ്ക്കും. യേശു തുറക്കുക മാത്രമല്ല ചെയ്യുന്നത്, അടയ്ക്കുകയും ചെയ്യും. ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് തുറന്നിട്ടുള്ളതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അങ്ങ് തുറന്നത് മാത്രം മതി, അങ്ങയ്ക്ക് ഹിതമില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വാതിലുകളും അവിടുന്ന് അടച്ചാട്ടെ എന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. 100 കൂട്ടം ചോദ്യങ്ങളുമായി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത ആ പല കാര്യങ്ങളും അത് അടച്ചത് യേശു തന്നെയാണ്. യേശു തന്നെ അടച്ചത് എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ഭവിക്കത്തില്ല എന്ന് കർത്താവിന് നന്നായി അറിയാവുന്നതുകൊണ്ട്. നമ്മൾ ഓർക്കും, ഇപ്പോൾ ഈ വാതിൽ തുറക്കുന്നത് അത് ചൊവ്വുള്ളതായിരിക്കും, അത് നല്ലതായിരിക്കും എന്ന് തോന്നും. പക്ഷെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്കായി ഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് മനോഹരമായ ഒരു ഉദാഹരണം കാണുവാനുണ്ട്. കപ്പിത്താൻ്റെയും കപ്പലുടമയുടെയും ഒക്കെ വാക്ക് കേട്ട് ഈശാനമൂലൻ കൊടുങ്കാറ്റടിക്കുന്നിടം വരേക്കും കപ്പൽ പൗലോസിൻ്റെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. തെക്കൻ കാറ്റ് മന്ദമായി വീശി. കാര്യമൊക്കെ സാധിച്ചു എന്ന് അവർ ചിന്തിച്ചു. നല്ല സ്മൂത്ത് കാലാവസ്ഥ. അപ്പോൾ പൗലോസ് ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞു, മുമ്പോട്ട് പോകരുത്, ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞു അല്ല. അപ്പം ചെറിയ കുളിർകാറ്റൊക്കെ അടിക്കുമ്പോൾ കാര്യം സാധ്യമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ആ കാറ്റ് കൊണ്ടുപോകുന്നത് ഈശാനമൂലൻ എന്ന വലിയൊരു കൊടുങ്കാറ്റിലേക്കായിരിക്കും, അത് നാശത്തിലേക്കായിരിക്കും. പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച വചനങ്ങളെ അവർ ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ ഈശാനമൂലനെ ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില തെറ്റായ തീരുമാനങ്ങളെടുത്ത് നമ്മുടെ പടകിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിലും നിങ്ങൾ തകർന്നു പോകത്തില്ല. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഈശാനമൂലൻ അടിച്ച അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ തകർന്നു പോകത്തില്ല. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പുറത്തെടുക്കും. നിങ്ങളെ വലങ്കരം പിടിച്ച് നിനക്കൊരാപത്തും വരാതെ നിന്നെ അതിനകത്ത് നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അത് വലുതാണ്, അത് ഉന്നതമാണ്, അത് ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കകത്തു നിന്ന് അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പക്ഷെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. എന്താണ്? പല വഴികളും എൻ്റെ ജീവിതത്തിൽ അടച്ചിരിക്കുന്നത് യേശു തന്നെയാണെന്ന്. അതെത്ര ശ്രമിച്ചാലും അതിനി തുറക്കപ്പെടത്തില്ല. അത് തുറക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം അതെൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കല്ല എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടുമാണ്. ഇന്ന് നമ്മളും കൂടെ അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പരാതികൾ തീരും, നമ്മുടെ പിറുവിറുപ്പുകൾ തീരും. നമുക്ക് ദൈവത്തോടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി ലഭിക്കുകയും ചെയ്യും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനോഹരമായിരിക്കുന്നതും നല്ലതായിരിക്കുന്നതും ഉന്നതമായിരിക്കുന്നതും കൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ, അത് മാറാൻ പോവുകയാണ്. ഇന്നതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾക്ക് വലിയ നന്മ ലഭിക്കുന്ന ഒരു തുറമുഖത്തേക്ക് നിങ്ങൾ അടുക്കും നിശ്ചയം. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്
അവിടെ ചെന്ന് കയറിയതുപോലെയല്ല, വലിയ നന്മ പ്രാപിച്ചവനായി ഒരു ദേശത്തെയൊക്കെയും ദൈവവചനം കൊണ്ട് നിറച്ചവരായി അവർക്കൊക്കെയും യേശുക്രിസ്തുവിനെ കൊടുത്ത് പൗലോസ് മടങ്ങിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു നന്മയുടെ വാതിൽ നിങ്ങൾ തുറക്കപ്പെടുന്നത് കാണും. അത് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പരാതികൾ, നമ്മുടെ വെറുവെറുപ്പുകൾ ഒക്കെ വെറുതെയായി എന്ന് നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. ഇന്ന് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ചോദ്യങ്ങളുടെ മുഴുവൻ മറുപടി ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പലതും നടക്കാത്തതിൻ്റെ കാരണം ഒന്ന്, അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കല്ല. രണ്ട്, ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് താല്പര്യമില്ല. മൂന്ന്, ആ വാതിൽ യേശു തന്നെയാണ് അടച്ചത്. ഇനി ആരൊക്കെ ശ്രമിച്ചാലും അത് തുറക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വഴികൾ മുഴുവൻ യേശു കർത്താവ് അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാട്ട്, എൻ്റെ പിതാവേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ ഇന്നെന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. എൻ്റെ പൊന്നു പിതാവേ, ഇന്നെനിക്ക് ചോദ്യങ്ങളല്ല, ഇന്നെനിക്ക് ഉത്തരം കിട്ടി. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ആ ഉത്തരത്തിൽ ഞാനിന്ന് തൃപ്തനാണ്. ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതിനും അവിടുന്ന് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിൽ ഞാൻ കാണേണ്ടതിനും ആ വാതിലിലൂടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് ഞാൻ പ്രവേശിച്ച് സഞ്ചരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ നടത്തുമാറാകണമേ. ഇന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇന്ന് സകല ചോദ്യങ്ങളോടുമുള്ള ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യേശു കർത്താവ് തന്നെ നൽകിയതിനായി സ്തോത്രം. സകലവിധ നന്മകൾ കൊണ്ടു ഇന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവീകമായ ഇടപെടൽ ഉണ്ടാകുമാറാകണമേ. എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലെ നന്മയുടെ പദ്ധതിയെന്ന് അവിടുന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കുമാറാകണമേ. അവിടുന്ന് അടച്ച വാതിലിൻ്റെ പുറകിൽ പോയി നിൽക്കാതെ, അതിൻ്റെ പുറകെ നിന്ന് ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതെ, ആ വാതിൽ ദൈവം അടച്ചതാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവം തുറന്ന വാതിലിലേക്ക് സഞ്ചരിക്കുവാനും അതിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പ, ഇന്ന് എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് അത്ഭുതം ചെയ്യുമാറാകണമേ. അത്ഭുതകരമായ നന്മയുടെ വാതിൽ അവിടുന്ന് തുറന്നിരിക്കുന്നത് കാണുവാൻ ഈ മക്കളുടെ കണ്ണുകളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കിയ നന്മ ജീവിതത്തിൽ അനുഭവിക്കുവാൻ യേശു കർത്താവ് മക്കളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.